അതെങ്ങനെയാ ബന്ധം? ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. എങ്ങനെ ജിംനേഷ്യവാസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നേവിയിലായിരുന്നു അല്ലേ? കൃഷ്ണൻ നായർ. ആ, കൃഷ്ണൻ നായർ. ഞങ്ങൾ വിളിച്ചോണ്ടിരുന്ന ജാവ എന്നായിരുന്നു. അങ്ങനെയാണ് ജാവ മോട്ടോർ സൈക്കിൾ. ആർക്കും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ സൈക്കിളിലാണ് പോകുന്നത്. അന്ന് നല്ല ബോഡിയൊക്കെ ഫിറ്റ്, നല്ല 40-45 വയസ്സ് കഴിഞ്ഞാ പുള്ളി സിനിമയിലോട്ട് വരുന്നത്. 45 പുള്ളി മരിച്ചിട്ട് 42 വർഷമായി. അല്ല, പുള്ളിക്ക് പുള്ളി മരിക്കുമ്പോൾ 41 ഉള്ളൂ. മരിക്കുമ്പോൾ 41, മരിച്ചിട്ട് 42. 3-4 വർഷം ഉള്ളൂ പുള്ളി ഫീൽഡിൽ നിന്നിട്ടുള്ളൂ. ശരിക്കും നല്ലപോലെ കത്തി. പിന്നെ അത്രേ ഉള്ളൂ. അങ്ങനെ 30 സിനിമയെ ഉള്ളിടെ ഉള്ളൂ ജയന്റെ. അല്ല, അങ്ങനെയല്ല. ഒരു വർഷം 10-20 അഭിനയിച്ചു. അവസാനത്തെ 3-4 വർഷം ഉള്ളായിരുന്നു പറയാം. അതിനു മുമ്പ് ചെറിയ ലാസ്റ്റ് ആദ്യമായിട്ട് ശാപമോക്ഷമാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ജയസിയുടെ ഒരു പടം. ഞാൻ അങ്ങേരുടെ പേര് ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങേരെ പോലെ ജീവിത സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ലോകത്തിലുണ്ടായി. അപ്പൊ അന്നേരം വേറൊരു കാര്യമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. പുള്ളിയുടെ മോനാന്ന് പറഞ്ഞൊരു ഒരാള് സ്ഥിരമായിട്ട് ഫേസ്ബുക്ക് അല്ലല്ല പുള്ളിയുടെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് എന്തെല്ലാം പുള്ളിയുടെ കുടുംബചരിത്രം മനുഷ്യരോട് പറയാം. ഒന്നും പറയാൻ കൊള്ളിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പുള്ളി കള്ളടിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ജീവചരിത്രം പറയും. അതൊന്നും പറയാൻ കൊള്ളിയാത്ത എന്നെ അന്വേഷിക്കുന്ന ഓസ്ട്രേലിയ എന്ന ഒരാളൊരു മലയാളിയാണ്. ഞാനൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആത്മകഥയ്ക്കകത്ത് ഞാൻ ഒരു അധ്യായം മുഴുവൻ ജയന്റെ കുറിച്ചുള്ള ജീവിതത്തെ എഴുതിയിട്ടുണ്ട്. പുള്ളി അത് കണ്ടിട്ട് എന്നെ വിളിച്ചു, ഒന്ന് വരട്ടെ എന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ. പുള്ളിക്ക് അറിയേണ്ടത് ജയന്റെ ചീത്ത സ്വഭാവങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്ത സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞു. ഞാനും വല്ലതും പറഞ്ഞിട്ട് അത് അങ്ങേർക്ക് ഓസ്ട്രേലിയ സ്വന്തമായിട്ട് ചാനൽ ഒരാളാണ്. ഞാനാണെന്ന് അറിയാൻ കേട്ടോ. ഞാൻ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പിന്നെ അല്ല സാറേ, ഇപ്പം ഈ TV ഫേസ്ബുക്കിലൊക്കെ ഒരാൾ വന്നിട്ടേ പുള്ളിയുടെ മോനായിട്ട് ഒരാൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ശരി, മോല്ല അതെല്ലാം ഉണ്ട്. ജയനെപ്പോലെ തന്നെയുണ്ട് മോക്കിട്ട് കട്ടൊക്കെ. ഒന്നേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളെങ്കിൽ അതാ അത്ഭുതം. ഒരാളെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളെങ്കിൽ അതാ അത്ഭുതം. അല്ല, കണ്ടാ ഏകദേശം കട്ടുണ്ട് കേട്ടോ, കട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഉള്ള പോലെ പറയണല്ലോ നോക്കിക്കഴിഞ്ഞാൽ. ആ പയ്യ ഡിക്ലെയർ ചെയ്യുന്ന ആടെ മോയെ ജയന്റെ ഒരു കട്ടുണ്ടെന്നേ. അതെ അതെ. ഒരിക്കൽ നമ്മുടെ ഇപ്പുറത്തെ ഉള്ള രാജ്യമുള്ള നമ്മുടെ തിരുവനന്തപുരത്തല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തിനും അതെ അനുമതി ചെയ്തോ? അത് നമ്മുടെ കൊച്ചിക്കും അങ്ങേപ്പുറമുള്ള രാജകുടുംബത്തിന്റെ പേരുന്ന തൃപ്പൂണിത്തുറ രാജാവിന്റെ മകള് ഷോപ്പിങ്ങിന് വന്നപ്പോൾ കയ്യെ കയറി പിടിച്ചു. ആര്, ജയനോ? ജയൻ കയ്യെ പിടിച്ചു. അവർ എന്ന് അപ്പനോട് പറഞ്ഞു. അപ്പനെ വിളിച്ചു പറഞ്ഞു ഇനി അവൻ നേവൽ ബേസിൽ നിന്ന് പുറം കഴിഞ്ഞാണ് തട്ടിക്കളയെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം നമ്മുടെ പേരൊക്കെ നടന്നു പോയി. അങ്ങേരും എൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. അങ്ങേരായിരുന്നു അവിടുത്തെ സ്പോർട്സ് ഓഫീസർ. നമ്മൾ ഓമനപ്പോളിനെ അറിയോ? ഓമനപ്പോളിൻ്റെ ഭർത്താവ് പോൾ സാറ് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എൻ്റെ കാലത്ത് സീനായിരുന്നു. പോൾ സാറ് ചെയ്യുന്ന അവിടെ രാജാവിൻ്റെ കാലം വേണ്ടി ശ്രമമായിട്ട് അല്ലെ അയാൾ പറഞ്ഞു ഇനി നേവൽ ബേസിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനെ ഞങ്ങൾ തട്ടിക്കളയുന്നു. രാജാവ് വിളിച്ചാൽ എന്നാ ചെയ്യാൻ? എൻ്റെ സുഹൃത്ത് ശരിക്കും ഞങ്ങൾ